ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷെഫീദ. ഇന്ന് നമ്മൾ ടാലിയിലെ മൾട്ടിപ്പിൾ പ്രൈസ് ലെവലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് റേറ്റുകൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ യൂസ് ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ്, കസ്റ്റമേഴ്സ്. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഒരു റേറ്റിന് ആവില്ല പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിനും സെയിൽ ചെയ്യുന്ന റേറ്റും ഡിസ്കൗണ്ടും മുൻകൂട്ടി സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടാലിയിൽ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ 4 സ്റ്റെപ്പുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. സ്റ്റെപ്പ് 1 ഇനബിളിംഗ് പ്രൈസ് ലെവൽ, സ്റ്റെപ്പ് 2 ക്രിയേറ്റിംഗ് സ്റ്റോക്ക് ഐറ്റംസ്, സ്റ്റെപ്പ് 3 ക്രിയേറ്റിംഗ് പ്രൈസ് ലിസ്റ്റ്, സ്റ്റെപ്പ് 4 റെക്കോർഡ് സെയിൽസ് വൗച്ചർ. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെപ്പ് 1 ആണ് ചെയ്യാനുള്ളത്. മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫീച്ചർ കൊടുക്കാനുണ്ട്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ F11 F2 സെലക്ട് ചെയ്യുക. അതിൽ യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്ന ഫീച്ചറിന് എസ് കൊടുക്കുക. അതിൽ പ്രൈസ് ലെവൽസ് ആയിട്ട് ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. F11 പ്രസ് ചെയ്യുക. F11 ഇൻവെൻട്രി ഫീച്ചേഴ്സ് ആണ് F11 F2. അതിൽ സെയിൽസ് മാനേജ്മെൻറ്റിൽ യൂസ് മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽസ് എന്ന ഫീച്ചറിന് എസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കമ്പനി പ്രൈസ് ലെവൽസ് വരും. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഏതൊക്കെ പ്രൈസ് ലെവൽസ് ആണോ ഉള്ളത് അത് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഞാനിവിടെ ഫസ്റ്റ് 1 ഹോൾസെയിലേഴ്സ് കൊടുത്തു, അടുത്തത് സെക്കൻഡ് റീറ്റെയിലേഴ്സ്. ഇനി കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് ഇതിലിപ്പോൾ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 2 എണ്ണം കൊടുത്തു. ഇനി ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ പ്രൈസ് ലെവലിൻ്റെ ഫീച്ചർ കൊടുത്തു. ഇനി അടുത്തത് എന്താണ് ചെയ്യാനുള്ളത് നോക്കാം. സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2 എന്താണ്? ക്രിയേറ്റിംഗ് സ്റ്റോക്ക് ഐറ്റംസ് ആണ്. സ്റ്റോക്ക് ഐറ്റംസ് ഏതാണോ നമ്മുടെ കമ്പനിയിലുള്ളത് അതിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഐറ്റമാണ് തന്നിട്ടുള്ളത്. ഫിലിപ്സ് TV, ഒണിഡ TV, അതിൻ്റെ ഗ്രൂപ്പ് ടെലിവിഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി 50, രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി 50 ആണ്. അപ്പോൾ ഈ 2 ഐറ്റം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അതിന് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഇൻവെൻട്രി ഇൻഫോമെന് സെലക്ട് ചെയ്യാം. അതിൽ സ്റ്റോക്ക് ഐറ്റംസ് സെലക്ട് ചെയ്യാം, ക്രിയേറ്റ് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഫിലിപ്സ് TV ആണ്. അപ്പോൾ നെയിം ഫിലിപ്സ് TV എന്ന് കൊടുത്തു. ഇനി അതിൻ്റെ അണ്ടർ ഗ്രൂപ്പ് കൊടുക്കണം. ടെലിവിഷൻ എന്ന ഗ്രൂപ്പിനെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. ഇനി യൂണിറ്റ് കൊടുക്കണം. നോസ് ആണ്, നമ്പേഴ്സ് ആണ്. സിമ്പിൾ നോസ്, ഫോർമൽ നെയിം നമ്പേഴ്സ് എന്ന് കൊടുത്തു. ഇനി ഇതിൽ നമുക്ക് ക്വാണ്ടിറ്റി മാത്രമേ കൊടുക്കാനുള്ളൂ. ക്വാണ്ടിറ്റി 50 എന്ന് കൊടുക്കാം. ഇനി ആക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒണിഡ TVനെയും കൂടി ക്രിയേറ്റ് ചെയ്യാം. നെയിം ഒണിഡ TV. ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്താണ്. ടെലിവിഷൻ, യൂണിറ്റ്, നോസ്. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി 50 തന്നെയാണ്. ക്വാണ്ടിറ്റി കൊടുത്തു. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 2 ഐറ്റത്തിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 3 ആണ്, ക്രിയേറ്റിംഗ് പ്രൈസ് ലിസ്റ്റ്. ഇവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് പ്രൈസ് ലെവൽ ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിലിപ്സ് TVയുടെയും ഒണിഡ TVയുടെയും ക്വാണ്ടിറ്റി, അതുപോലെ റേറ്റ്, അതിലുള്ള ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫിലിപ്സ് TV ആണെന്നുണ്ടെങ്കിൽ ഹോൾസെയിലറിന് 5 എണ്ണം ആണെങ്കിൽ 15,000 രൂപയാണ് അതിൻ്റെ റേറ്റ്. 5 to 10 ആണെങ്കിൽ 13,000 ആണ് റേറ്റ്. അപ്പോൾ അവിടെ 1% ഡിസ്കൗണ്ട്. 10 to 20 ആണെങ്കിൽ 12,000, 2% ഡിസ്കൗണ്ട്. 20 to 30 ആണെങ്കിൽ 11,000, 3% ഡിസ്കൗണ്ട്. ഇനി ഹോൾസെയിലേഴ്സിന് ഒണിഡ TV എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് നോക്കാം. 5 ആണ് ക്വാണ്ടിറ്റി എങ്കിൽ 15,000 ആണ് റേറ്റ്. 5 to 10 ആണെങ്കിൽ 13,000, 1% ഡിസ്കൗണ്ട്. 10 to 20 ആണെങ്കിൽ 12,000, 2% ഡിസ്കൗണ്ട്. 20 to 30 ആണെങ്കിൽ 11,000, 3% ഡിസ്കൗണ്ട്. അതായത് നമ്മൾ ഫിലിപ്സ് TV എങ്ങനെയാണോ ഹോൾസെയിലേഴ്സിന് സെയിൽ ചെയ്യുന്നത് സെയിം ക്വാണ്ടിറ്റി, റേറ്റ്, ഡിസ്കൗണ്ട് തന്നെയാണ് ഒണിഡ TVക്ക് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ പ്രൈസ് ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇൻവെൻട്രി ഇൻഫോ മെനുവിൽ പ്രൈസ് ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ തന്നെയുണ്ട്. ആ ഒരു ഓപ്ഷനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് നെയിം ചോദിക്കും. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് നെയിം അവിടെ ഉണ്ട്. ടെലിവിഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ടെലിവിഷനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്രൈസ് ലെവൽ ചോദിക്കും. നമ്മൾ ആർക്കാണോ ആദ്യം സെറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഹോൾസെയിലേഴ്സിൻ്റെതാണ് സെറ്റ് ചെയ്യുമെങ്കിൽ ഹോൾസെയിലേഴ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അപ്ലിക്കബിൾ ഫ്രം എന്നുള്ളത് വരും. ഏത് ഡേറ്റ് മുതലാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അവിടെ കൊടുക്കണം.
ഇപ്പോൾ അവിടെ 1/4/2021 എന്നുള്ള ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു വിൻഡോ. ഇവിടെ ഓരോ ഐറ്റം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫിലിപ്സ് ടി വി ആണ്. ഫിലിപ്സ് ടി വിനെ സെലക്ട് ചെയ്യാം. അവിടെ ക്വാണ്ടിറ്റി എന്നുള്ളതിൽ ലെസ് ദാൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? ഇവിടെ ഹോൾസെയിലേഴ്സിന് 5 എന്നുള്ള ക്വാണ്ടിറ്റി, അതായത് 1 മുതൽ 5 വരെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ 15,000 രൂപക്കാണ് സെയിൽ ചെയ്യുക. അവിടെ ഡിസ്കൗണ്ട് ഇല്ല. അപ്പോൾ ഈ ലെസ് ദാൻ എന്നുള്ളിടത്ത് 5 എന്ന് വേണം കൊടുക്കാനും. റേറ്റ് 15,000. അവിടെ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ടിൻ്റെ അവിടെ ഒന്നും കൊടുക്കണ്ട. നെക്സ്റ്റ് 5 to 10 വരെ ആണെങ്കിൽ നമുക്ക് നോക്കാം. 5 to 10 വരെ ആണെങ്കിൽ 13,000 രൂപക്കാണ് സെയിൽ ചെയ്യുന്നത്. അവിടെ 1% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം അങ്ങനെ കൊടുക്കാം. 5 ഇപ്പുറത്ത് വന്നിട്ടുണ്ട്, 10 കൊടുക്കുക. റേറ്റ് 13,000 ആണ്. റേറ്റ് കൊടുത്തു. അവിടെ 1% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ താഴെ 1 കൊടുക്കാം. നെക്സ്റ്റ് 10 to 20 അവിടെ നമുക്ക് റേറ്റ് കൊടുക്കണം. റേറ്റ് വരുന്നത് 12,000 ആണ്. റേറ്റ് കൊടുത്തു. ഡിസ്കൗണ്ട് അവിടെ വരുന്നുണ്ട്. 12,000 ആണെങ്കിൽ ഡിസ്കൗണ്ട് 2%. അപ്പോൾ ആ 2 എന്നുള്ളത് ഡിസ്കൗണ്ടിൻ്റെ താഴെ കൊടുക്കാം. ഇനി 20 to 30 ആണ് ക്വാണ്ടിറ്റി എങ്കിൽ അവിടെ റേറ്റ് 11,000 ആണ്. അവിടെ ഡിസ്കൗണ്ട് വരുന്നത് 3% ആണ്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തു. ഇനി 30ൻ്റെ മേലേക്ക് ക്വാണ്ടിറ്റി അവിടെ തന്നിട്ടില്ല. അപ്പോൾ 30ൻ്റെ മേലേക്ക് നമ്മൾ എത്ര എണ്ണം സെയിൽ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ അവിടെ ക്വാണ്ടിറ്റി എത്രയെന്ന് കൊടുക്കണ്ട. 10,000 രൂപക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ റേറ്റ് 10,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ 10,000 ആണ് റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഇനി അടുത്ത ഐറ്റം കൊടുക്കാം. ഓണിഡ ടി വിനെ സെലക്ട് ചെയ്തു. ഇനി അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. നമ്മൾ ഫിലിപ്സ് ടി വി എങ്ങനെയാണോ ഹോൾസെയിലേഴ്സിന് സെയിൽ ചെയ്യുന്നത്, സെയിം ക്വാണ്ടിറ്റി റേറ്റ് ഡിസ്കൗണ്ട് തന്നെയാണ് ഓണിഡ ടി വിക്കും സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യാം. ഇവിടെ ക്വാണ്ടിറ്റി ലെസ് ദാൻ എന്നുള്ളിടത്ത് 5 കൊടുത്തു. 15,000 ആണ് റേറ്റ്. ഇവിടെ ഡിസ്കൗണ്ട് വരുന്നില്ല. ഡിസ്കൗണ്ട് കൊടുക്കണ്ട. 5 to 10 ആണെങ്കിൽ 13,000 ആണ് റേറ്റ് വരുന്നത്. ഡിസ്കൗണ്ട് 1%. ഇനി 10 to 20 ആണെങ്കിൽ 12,000 ആണ് റേറ്റ്. ഡിസ്കൗണ്ട് 2%. 20 to 30 ആണെങ്കിൽ 11,000 ആണ് റേറ്റ്. അവിടെ ഡിസ്കൗണ്ട് 3%. 30ൻ്റെ മുകളിലേക്കാണ് ക്വാണ്ടിറ്റി എങ്കിൽ ഞാൻ എത്ര ക്വാണ്ടിറ്റി കൊടുക്കുന്നില്ല, 10,000 എന്ന് റേറ്റ് കൊടുത്തു. ഇവിടെ ഡിസ്കൗണ്ടും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഹോൾസെയിലേഴ്സിൻ്റെ ഫിലിപ്സ് ടി വിയും അതുപോലെ തന്നെ ഓണിഡ ടി വി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് 3, 4 ഇങ്ങനെ നമ്പർ വരും. എത്ര ഐറ്റംസ് ആണോ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കാം. ഞാനിവിടെ ആക്സെപ്റ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് റീറ്റെയിലേഴ്സിൻ്റെതാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് നെയിം ടെലിവിഷൻ എന്ന് കൊടുത്തു. ഹോൾസെയിലേഴ്സ് മാറ്റി റീറ്റെയിലേഴ്സ് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. എൻ്റർ ചെയ്തു. ഇനി എങ്ങനെയാണ് റീറ്റെയിലേഴ്സിന് സെയിൽ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ക്വാണ്ടിറ്റി 5 ആണെങ്കിൽ 16,000 ആണ് റേറ്റ്. ഡിസ്കൗണ്ട് വരുന്നില്ല. 5 to 10 15,000, 1% ഡിസ്കൗണ്ട്. 10 to 20 13,000, 2% ഡിസ്കൗണ്ട്. 20 to 30 12,000, 2% ഡിസ്കൗണ്ട്. സെയിം തന്നെയാണ് ഓണിഡ ടി വിക്കും സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഐറ്റം ഫിലിപ്സ് ടി വി സെലക്ട് ചെയ്തു. ലെസ് ദാൻ എന്നുള്ളിടത്ത് 5 എന്ന് ക്വാണ്ടിറ്റി കൊടുത്തു. റേറ്റ് 16,000 ആണ് വരുന്നത്. 16,000 എന്ന് കൊടുത്തു. ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ഇനി 5 to 10 അവിടെ റേറ്റ് 15,000 ആണ്. ഡിസ്കൗണ്ട് അവിടെ വരുന്നുണ്ട് 1%. ഡിസ്കൗണ്ട് 1% വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് അവിടെ കൊടുക്കണം. 1 എന്നുള്ളത് കൊടുത്തു. ഇനി 10 to 20 ആണെങ്കിൽ റേറ്റ് 13,000. ഡിസ്കൗണ്ട് അവിടെ 2% വരുന്നുണ്ട്. 2 എന്ന് കൊടുക്കുക. 20 to 30 ആണെങ്കിൽ 12,000 ആണ് റേറ്റ്. ഡിസ്കൗണ്ട് 2%. ഇനി 30ൻ്റെ മുകളിൽ ക്വാണ്ടിറ്റി ഞാൻ എത്രയെന്ന് കൊടുക്കുന്നില്ല. ഒരു 10,000 നമുക്ക് റേറ്റ് കൊടുക്കാം. ഡിസ്കൗണ്ട് അവിടെ കൊടുക്കണ്ട. അടുത്ത ഐറ്റം ഓണിഡ ടി വി സെലക്ട് ചെയ്യാം. ഓണിഡ ടി വിക്കും നമ്മൾ ഫിലിപ്സ് ടി വിക്ക് എങ്ങനെയാണോ സെറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് ക്വാണ്ടിറ്റിയും റേറ്റും ഡിസ്കൗണ്ടൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്യാം. ലെസ് ദാൻ എന്നുള്ളിടത്ത് 5 എന്നുള്ള ക്വാണ്ടിറ്റി കൊടുത്തു. റേറ്റ് 16,000. ഡിസ്കൗണ്ട് വരുന്നില്ല. അടുത്തത് 5 to 10 ആണെങ്കിൽ 15,000 ആണ് റേറ്റ്. 1% ഡിസ്കൗണ്ട്. അടുത്ത് 10 to 20 ആണെങ്കിൽ 13,000 റേറ്റ്.
2% ഡിസ്കൗണ്ട്. 20/30 ആണെങ്കിൽ 12,000 റേറ്റ്, 2% ഡിസ്കൗണ്ട്. 30-ന്റെ മുകളിൽ ക്വാണ്ടിറ്റി ഇല്ല, 10,000 റേറ്റ്. ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫിലിപ്സ് ടിവിയും ഓണിഡ ടിവിയും റീറ്റെയിലേഴ്സിന് സെയിൽ ചെയ്യുന്ന പ്രൈസ് ലിസ്റ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൽ സ്റ്റെപ്പ് 4 റെക്കോർഡ് സെയിൽസ് വൗച്ചറാണ്. നമ്മളിനി സെയിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ടാലി ഓപ്പൺ ചെയ്യാം. അതിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം. സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യാം. F8 സെയിൽസ് വൗച്ചർ. ഞാനിവിടെ റെഫറൻസ് നമ്പർ കൊടുത്തു. ഇനി പാർട്ടി അക്കൗണ്ട് നെയിം, നമ്മൾ പാർട്ടിനെ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ MSS ഇലക്ട്രോ എന്നുള്ളൊരു പാർട്ടിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഗ്രൂപ്പ് സൺട്രി ഡെപ്റ്റേഴ്സ് ആണ്, ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു പുതിയൊരു ഓപ്ഷൻ വരും, പ്രൈസ് ലെവൽ എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ടി ഹോൾസെയിലേഴ്സ് ആണെങ്കിൽ ഹോൾസെയിലർ എന്നവിടെ കൊടുക്കാം. ഇനി റീറ്റെയിലേഴ്സ് ആണെങ്കിൽ റീറ്റെയിലേഴ്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇവിടെ പുതുതായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ MSS ഇലക്ട്രോനെ ഹോൾസെയിലർ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഹോൾസെയിലർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് പ്രൈസ് ലെവൽ എന്നുള്ള ഹോൾസെയിലേഴ്സ് എന്നുള്ളത് വന്നിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത സെയിൽസ് ലെഡ്ജർ, സെയിൽ അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സെയിൽ ഗ്രൂപ്പ് സെയിൽ അക്കൗണ്ട് കൊടുക്കുക, ആക്സെപ്റ്റ് ചെയ്യാം. ഇനി അടുത്ത നെയിം ഓഫ് ഐറ്റം ആണ്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് 2 ഐറ്റം ആണ്. ഒന്ന് ഫിലിപ്സ് ടി വി, അതുപോലെ തന്നെ ഓണിഡ ടി വി. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഫിലിപ്സ് ടിവിനെ സെലക്ട് ചെയ്യാണ്. അപ്പോൾ ക്വാണ്ടിറ്റി ഞാനിവിടെ ഒരു 20 എന്നുള്ള ക്വാണ്ടിറ്റി കൊടുത്തു. അപ്പോൾ അവിടെ റേറ്റ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള റേറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. ഇനി ഇതിൽ ഡിസ്കൗണ്ട് കൂടി നമുക്ക് വരാനുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് വരാൻ നമുക്ക് ആദ്യം ഇതിന് ഫീച്ചർ കൊടുക്കാനുണ്ട്. അതിന് F11 പ്രസ് ചെയ്യുക. അതിൽ F2 സെലക്ട് ചെയ്യുക. ഇതിൽ യൂസ് സെപ്പറേറ്റ് ഡിസ്കൗണ്ട് കോളം ഇൻ ഇൻവോയ്സ് എന്ന ഫീച്ചർ കാണാം. ആ ഒരു ഫീച്ചറിനെ S ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സെയിൽസ് വൗച്ചറിൽ ഡിസ്കൗണ്ട് എന്നൊരു പുതിയൊരു കോളം കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ 20 എണ്ണമാണ് നമ്മൾ സെയിൽ ചെയ്യണമെങ്കിൽ അവിടെ റേറ്റ് 11,000 ആണ്. റേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത പ്രകാരമുള്ള റേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കൗണ്ടും 3% വന്നിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത പ്രകാരമുള്ള റേറ്റും ഡിസ്കൗണ്ടൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഐറ്റം കൂടി നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ഫിലിപ്സ് ടി വി കഴിഞ്ഞു. ഇനി ഓണിഡ ടി വി. ഞാനിവിടെ ക്വാണ്ടിറ്റി കൊടുക്കാൻ പോകുന്നത് 10 എന്നാണ്. 10 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 എണ്ണമാണ് സെയിൽ ചെയ്യണമെങ്കിൽ 12,000 എന്നാണ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 12,000 എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് 2% എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഉപയോഗതാണ്. നമ്മൾ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത പ്രകാരമുള്ള റേറ്റും അതുപോലെ തന്നെ ഡിസ്കൗണ്ടൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും. ഇനി നമുക്ക് അടുത്തൊരു സെയിലും കൂടി ചെയ്യാം. റീറ്റെയിലേഴ്സിനുള്ള സെയിലാണ്. അപ്പോൾ ഞാൻ പുതിയൊരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. റിഫ ഇലക്ട്രോണിക്സ് എന്നാണ് ഞാൻ നെയിം കൊടുക്കുന്നത്. അതിൻ്റെ ഗ്രൂപ്പ് സൺഡേ ഡെപ്റ്റേഴ്സ് എന്ന് കൊടുത്തു. ഇവിടെ പ്രൈസ് ലെവൽ ഞാൻ റീറ്റെയിലേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. ആക്സെപ്റ്റ് ചെയ്യാം. ഇനി സെയിൽസ് ലെഡ്ജർ സെയിൽ അക്കൗണ്ട് കൊടുത്തു. നെയിം ഓഫ് ഐറ്റം ഫിലിപ്സ് ടി വി സെലക്ട് ചെയ്തു. ഇതിലും ഞാൻ ക്വാണ്ടിറ്റി 20 എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ റേറ്റ് 12,000 വന്നിട്ടുണ്ട്. അതുപോലെ ഡിസ്കൗണ്ട് 2% വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റം സെലക്ട് ചെയ്യാം. ഓണിഡ ടി വി. അതിൽ ഞാൻ ക്വാണ്ടിറ്റി കൊടുക്കുന്നത് 10 എന്നാണ്. അവിടെ റേറ്റ് 13,000 വന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് 2% വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീറ്റെയിലേഴ്സിന് സെറ്റ് ചെയ്ത പ്രകാരമുള്ള ക്വാണ്ടിറ്റി കൊടുത്തപ്പോൾ റേറ്റും ഡിസ്കൗണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വന്നു. ഇതാണ് പ്രൈസ് ലിസ്റ്റ് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ഉപയോഗം. നമ്മൾ ഹോൾസെയിലേഴ്സിനും റീറ്റെയിലേഴ്സിനും വ്യത്യസ്ത ക്വാണ്ടിറ്റിയും റേറ്റും ഡിസ്കൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് റേറ്റും ഡിസ്കൗണ്ടും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ സെറ്റ് ചെയ്യുന്ന രീതി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.